കഴിഞ്ഞ മഴയത്ത്, അതായത് മഴ ശക്തിപ്പെട്ടു തുടങ്ങിയ സമയത്ത് തന്നെ ഈ വ്യാപാരികൾ ഈ ഷീറ്റ് ഇളകിയിരിക്കുകയാണ്, ഈ മേൽക്കൂര ഇളകിയിരിക്കുകയാണ് എന്ന കാര്യം കോർപ്പറേഷൻ ധരിപ്പിച്ചിരുന്നു. പക്ഷേ അത് അറ്റകുറ്റപ്പണി നടത്താൻ കോർപ്പറേഷൻ തയ്യാറായില്ല. അതാണ് ഈ കാറ്റിൽ ഇത് പറന്ന് റോഡിന് എതിർവശത്തേക്ക്, അതായത് ആ കെട്ടിടം ഇരിക്കുന്ന ട്രാക്ക് എന്ന് പറയുന്നത് വലിയ ട്രാക്കാണ്, ഒരു 4 വരിപ്പാതയൊക്കെ വലിപ്പമുള്ള വലിയ ട്രാക്കാണ്. പ്രത്യേകിച്ച് നമ്മുടെ തെക്കോട്ടിറക്കമൊക്കെ നടക്കുന്ന ആ ഭാഗമാണ്. ആ ഭാഗത്ത് അത്രമാത്രം വലിപ്പമുണ്ട്. അവിടേക്കാണ് ഈ ഷീറ്റ് പറന്ന് വന്ന് റോഡിന്റെ ഒരു സൈഡ് ആകെ മൂടിപ്പോയിരിക്കുകയാണ്. ഈ സമയം വലിയ വാഹനങ്ങളോ മറ്റു വാഹനങ്ങളോ ഒന്നും ആ സമയത്ത്, ഷീറ്റ് വരുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇത് പറന്നു വരുന്നത് കണ്ട് ചില വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്കിട്ട് നിർത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിൽ പെടാതെ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളും വാഹനയാത്രികരും രക്ഷപ്പെടുകയായിരുന്നു. ഇന്ന് തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത കാറ്റാണ് അനുഭവപ്പെട്ടത്. വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എരുമപ്പെട്ടി പോലുള്ള, വടക്കാഞ്ചേരി പോലുള്ള തൃശൂരിന്റെ മേഖലകളിൽ, അതായത് പാലക്കാട് ജില്ലയോടൊക്കെ ചേർന്ന മേഖലകളിൽ ഈ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായുള്ള വിവരങ്ങൾ കൂടി നമുക്കിപ്പോൾ വരുന്നുണ്ട്. ഈ കാറ്റിനിടയിലാണ് എന്ത് സംഭവിച്ചത്? കാറ്റ് അധികം ഉണ്ടായില്ല, പക്ഷേ സാധനം മുകളിൽ നിന്ന് ശബ്ദത്തോടുകൂടി വന്ന് ഇവിടെ താഴ്ത്തു വന്ന് ലാൻഡ് ചെയ്തു. ജനങ്ങളോ വാഹനങ്ങളോ ഉണ്ടായില്ല. വലിയ കാറ്റ് ഉണ്ടായിരുന്നില്ല. ഇല്ല, ഇപ്പൊ നേരത്തെ ഇളകി നിൽക്കേണ്ടതെന്നാ പറയണ സാധനം. അതുകൊണ്ടാണ് ചെറിയ കാറ്റ് വീശിയപ്പോൾ അത് ഇളകി നിന്നുകൊണ്ട് ഇങ്ങോട്ട് പറന്നു വന്നു. അതിന് സാധ്യത. അതായത് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരന്റെ പ്രതികരണമാണ് ഇപ്പം നമ്മളിപ്പോൾ കേട്ടത് പ്രജിൻ. അതായത് വലിയ കാറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് അവർ പറയുന്നു. പക്ഷെ എന്നാൽ പോലും പല സ്ഥലങ്ങളിലും സൂരജിത്, ഈ കെട്ടിടത്തിൽ നിന്ന് എത്ര അകലേക്കാണ് ഈ മേൽക്കൂര പറന്ന് ഇതുപോലെ വന്നത്? അത് ദൂരെയാണോ ഈ കെട്ടിടം? ഏതാണ്ട് എത്ര ദൂരെ അകലെയാണ് പ്രജിൻ? ദാദാ ഇപ്പോൾ നമുക്ക് ആ കെട്ടിടത്തിന്റെ ദൂരം നോക്കാം. ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്താണ് ഷീറ്റ് കിടക്കുന്നത്. അവിടെ നിന്ന് ഏകദേശം ആ ദൂരം എത്ര വാഹനങ്ങളുടെ നിര പോകുന്നു എന്ന് നോക്കുക. 3 വാഹനങ്ങളുടെ, ഈ ക്യാമറ ഒന്ന് താഴേക്ക് വന്നാൽ നമുക്ക് കാണാം, 3 വാഹനങ്ങൾ, 3 കാറുകൾ ഈ റോഡിൽ നിരത്തിയിട്ടാൽ അതിനപ്പുറത്താണ് ആ കെട്ടിടം. അത്രമാത്രം ഡിസ്റ്റൻസിൽ പറന്നു വന്നു എന്നുള്ളതാണ്. ആ കെട്ടിടത്തിന്റെ ഉയരെ നിന്ന് പറന്ന് ഇതിന് എതിർവശത്തെ ട്രാക്കിലേക്കാണ് ഈ കെട്ടിടം വീഴുന്നത്, ഈ ഷീറ്റ് വീണിരിക്കുന്നത്. അത് ഈ തെക്കോട്ടിറക്കമൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അത് നമ്മൾ ദൃശ്യങ്ങളിൽ പലപ്പോഴും ഇതിന്റെ ആകാശ ദൃശ്യങ്ങളടക്കം കണ്ടിട്ടുള്ളതാണ്. അത്രമാത്രം വീതിയുള്ള ഒരു റോഡാണ്. ആ റോഡിന്റെ എതിർവശത്തേക്കാണ് ഇത് പറന്നു വന്ന് വീണിരിക്കുന്നത്. അപ്പോൾ കാറ്റുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഈ ഷീറ്റിന്റെ വലിപ്പം അതുകൊണ്ടുകൂടിയാണ് ഇത്രയും ദൂരത്തിലേക്ക് ഇത് മറിഞ്ഞു വീഴുന്നതിലേക്ക് നയിച്ചത്. ഇതോടുകൂടി ഗതാഗതം പൂർണ്ണമായും ആദ്യഘട്ടത്തിൽ സ്തംഭിച്ചു. പിന്നീട് ഫയർഫോഴ്സ് എത്തി ഒരു വശത്തുകൂടി ഇപ്പോൾ ഈ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. പക്ഷേ ഇത് വലിയ ഷീറ്റ് ആയതുകൊണ്ട്, മേൽക്കൂര ആയതുകൊണ്ട് തന്നെ അത് ഈ കട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചിപ്പോൾ ആ ഷീറ്റിന്റെ ഫ്രെയിമുകൾ കട്ട് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇവിടെ നിന്ന് മാറ്റണമെങ്കിൽ എന്തായാലും ഒരു 2 മണിക്കൂർ എടുക്കും എന്നുള്ളതാണ് ഈ ഫയർഫോഴ്സ് അധികൃതരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. വ്യക്തമാണ് സൂരജ്, ഇത് പടുകൂറ്റൻ മേൽക്കൂരയാണ്. ഈ രീതിയിൽ അത് അവിശ്വസനീയമാണ്, അത്ഭുതകരമാണ്. ആർക്കും പരിക്കേൽക്കാതെ അത് താഴെ പതിച്ചു എന്നുള്ളത്. കാരണം അത് ഒരുപാട് വാഹനങ്ങൾ പോകുന്ന, ആൾക്കാർ തിങ്ങി പോകുന്ന ഒരു റോഡ് കൂടിയാണ്. ഈ കോർപ്പറേഷൻ അധികൃതർ അവിടെ ഉണ്ടോ? അവരെന്തെങ്കിലും ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്? അതായത് നേരത്തെ തന്നെ പരാതി നൽകിയതാണ് ഇതുമായി ബന്ധപ്പെട്ട്, പക്ഷേ അതിലൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ കോർപ്പറേഷൻ ഭരണസമിതിക്ക് എന്താണ് പറയാനുള്ളത് കൂടെ അറിയണം. അപ്പോൾ അതൊന്ന് ചോദിക്കാമോ? മുറിച്ചു മാറ്റിയിരിക്കുന്നു. ഇനി ഇത് ഇവിടെ നിന്ന് നീക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് അടക്കം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അവർ പറയുന്നത് നേരത്തെ തന്നെ കോർപ്പറേഷൻ മേയറോട് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ് വ്യാപാരികൾ. പക്ഷേ ആ സമയത്ത് അത് കോർപ്പറേഷൻ ഗൗരവത്തിലെടുത്തില്ല എന്നുള്ള ഒരു ആരോപണം കൂടി ഈ ഘട്ടത്തിൽ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. പ്രജിൻ, സൂരജ്, നമുക്കൊരു കാര്യം കൂടെ ചോദിക്കാം. അവിടെ കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ തേടാം. അവിടെ ഒരുപക്ഷെ ഓട്ടോ ഡ്രൈവേഴ്സും അവിടെ നേരത്തെ തന്നെ കുറെ കാലങ്ങളായി അവിടെ കച്ചവടം നടത്തുന്ന ആൾക്കാരൊക്കെ കാണുമല്ലോ. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് നിജസ്ഥിതി എന്താണെന്ന് പറയാൻ കഴിയും. ഇത് അപകടാവസ്ഥയിലായിരുന്നോ? അത്തരം കാര്യങ്ങൾ ഇപ്പോൾ തേടാൻ കഴിയുമോ സൂരജ്? അതോടൊപ്പം തന്നെ ഈ കോർപ്പറേഷൻ അധികൃതർ, ഭരണസമിതി അംഗങ്ങൾ ആരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ ഇതറിഞ്ഞിട്ട്? അവരെന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? നിലവിൽ കോർപ്പറേഷന്റെ ഭരണസമിതി അംഗങ്ങൾ അടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പ്രജിന്ത, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ഷീറ്റിന്റെ ഒരു ഭാഗം, മേൽക്കൂരയുടെ ഒരു ഭാഗം മുറിച്ചു മാറ്റിയിരിക്കുന്നു. അത് വലിയ വടം റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഈ നാട്ടുകാരുടെയും എല്ലാം നേതൃത്വത്തിൽ വലിച്ചു നീക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രദേശവാസി ഇവിടുത്തെ ഒരു ആൾ കൂടി ചേരുകയാണ്. ഇത് കണ്ടുവന്ന ഒരാൾ കൂടി. എന്താ സംഭവിച്ചത് ഇവിടെ? അത് ഉച്ചയ്ക്ക് നല്ല കാറ്റുണ്ടായി, വൈകിട്ടും നല്ല കാറ്റ്. ആ കാറ്റിനകത്ത് ഈ പറഞ്ഞ കണക്ക് ഇത്രയും ഒരുമിച്ച് നിൽക്കുവാണല്ലോ പോകുന്നത്. അങ്ങനെയാണ് കാറ്റുണ്ടായിരുന്നു ആ സമയത്തല്ലേ? ആ കാറ്റുണ്ട്, നല്ല വളരെ ശക്തമായിട്ടുള്ള കാറ്റ്. ആ കാറ്റിനകത്ത് അങ്ങനെ നിൽക്കണം. ഷീറ്റിളക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ അതറിയില്ല. ഉച്ചയ്ക്ക് നന്നായിട്ട് കാറ്റുണ്ടായി, നല്ല ശക്തമായിട്ടുള്ള കാറ്റ്. പിന്നെ വൈകിട്ട് വീണ്ടും ഉണ്ടായി. ഉച്ചയ്ക്കതൊന്നും സംഭവിച്ചില്ല, പക്ഷെ വൈകിട്ടത്തെ കാറ്റിന് ഇത് പോകുന്നു.